ഇവിടെ അസീറിയ എതിർ ക്രിസ്തുവിൻ്റെ ഒരു നിഴലും അടയാളവുമായി മാറുകയാണ്. സാത്താൻ്റെ പ്രതീകമാണ് അസീറിയ ഇവിടെ. സത്യത്തിൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണം മാത്രമായിരുന്നു അസീറിയ. ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങളായി മാറിയവർ പിന്നീടൊരു കാലം വരുമ്പോൾ ഇതെല്ലാം തങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണെന്നും തങ്ങളുടെ നേട്ടമാണെന്നും അഹങ്കരിക്കുമ്പോൾ അവർ സഞ്ചരിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ അതേ വഴിയിലാണ്. നമ്മെക്കൊണ്ട് ദൈവം എന്തെങ്കിലും മനോഹരമായ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മദർ തെരേസയെ പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം, അങ്ങയുടെ കയ്യിലെ ഒരു പെൻസിൽ മാത്രമാണ് ഞാൻ, നിനക്കിഷ്ടമുള്ളതുപോലെ നീ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദൈവിക നന്മകളുടെയും ജീവിതത്തിലെ ഒരു നേട്ടത്തിൻ്റെയും അവകാശിയാകാനുള്ള അവകാശം നമുക്കില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മിലൂടെ ചില കാര്യങ്ങൾ ചെയ്തതാണ്. അത് ചിന്തിക്കാതെ വന്നെടുത്ത് അസീറിയയുടെ മേൽ വലിയൊരു ശിക്ഷാവിധി ഉണ്ടാകും എന്ന അറിയിപ്പും നൽകും.